വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള റെഡിമെയ്ഡ് കുർത്തിയുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കുറഞ്ഞാൽ നെക്ക് വിടുത്ത് കൂട്ടാതെ തന്നെ ബാക്ക് നെക്ക് എങ്ങനെ ഇറക്കം കൂട്ടാം എന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പൈപ്പിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നെക്ക് വിടുത്തും ഒട്ടും കൂടാതെ ഈ ഒരു ഷേപ്പിൽ തന്നെ നെക്ക് എങ്ങനെ ഇറക്കം കൂട്ടാമെന്ന് നോക്കാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു കുർത്തിയുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് വേണ്ടത് 3.5 ഇഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണ് ബാക്ക് നെക്ക് ഇറക്കുക എന്ന് നോക്കാം കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതൊന്ന് അഴിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ ഒരു സീം റിപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് അഴിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഈ ഒരു ടോപ്പിനെ ഒന്ന് ഉൾവശത്തേക്കൊന്ന് മറിച്ചെടുക്കണം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമാണ് കേട്ടോ മറിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് എത്രയാണോ ഇറക്കേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ 3.5 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നെക്ക് വിടുത്ത് വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ അങ്ങനെ നെക്ക് വിടുത്ത് കൂട്ടാതെ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നെക്കൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. നെക്ക് ഏത് ഷേപ്പിൽ വേണോ നമുക്ക് ആ ഒരു ഷേപ്പിലും എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്ര ലെങ്ത്തിൽ നമുക്ക് ഒന്ന് നെക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്ക് വരച്ചെടുക്കാം. ഇനി വേണ്ടത് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഈ ഷോൾഡർ ഉണ്ടല്ലോ, 2 ഭാഗത്തെ ഈ ഷോൾഡറും ഒന്ന് അഴിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഫുള്ളായിട്ട് അഴിച്ചെടുക്കണ്ട, കുറച്ച് ഭാഗം മാത്രം ഒന്ന് പകുതി വരെ ഒന്ന് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മൾ ഈ നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഈ നെക്കിൻ്റെ ഉൾവശത്തു കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് അഴിച്ചെടുത്തിരുന്നല്ലോ, അപ്പോൾ ഈ ഒരു ഷോൾഡറും കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പഴയ രീതിയിൽ പായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ നെക്ക് ഇറക്കം കൂട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് നെക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാക്ക് നെക്കിൻ്റെ മുകളിലായിട്ട് ഒരു പതിച്ചടി കൂടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് നെക്ക് ഒന്ന് അളന്ന് നോക്കാം കേട്ടോ. നമുക്ക് വേണ്ടത് 3.5 ഇഞ്ചായിരുന്നു. 3.5 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. നമ്മുടെ 3.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്ക് വിഡ്ത്ത് 7 ഇഞ്ച് തന്നെയാണ് കേട്ടോ നെക്ക് വിഡ്ത്തും കിട്ടിയിട്ടുള്ളത്. നെക്ക് ലെങ്ത്ത് കുറവുള്ള ടോപ്പുകളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.